വാതിലുകൾ തുറന്നിടുന്നതാരാണോ വിമുഖമാ വിപഞ്ചിയിൽ വിരൽ തൊട്ടതാരാണോ നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു. താങ്ക് യു ശരത് സാർ. മക്കളെ കുഞ്ഞേ സുഖാണോ? സുഖം. ആഹാ എന്ത് രസം കേൾക്കാൻ. മക്കളെ കുസൃതി ചോദ്യങ്ങളുടെ ഒരാളാണല്ലേ? അതെ. വല്ലതും വെച്ചിട്ടുണ്ടോ കയ്യില്? ഉണ്ടാവും സാർ, ലിസ്റ്റ് കുറേ ഉണ്ട്. ആണോ? എന്നാ ഒരെണ്ണം ആവാം തുടക്കം. ചിക്കൻ ഗുനിയും ചപ്പാത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? എനിക്കറിയായിരുന്നല്ലോ. ചിക്കൻ ഗുനിയും ചപ്പാത്തിയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയട്ടെ, എനിക്കറിയാം. മറ്റേ ചപ്പാത്തി പരത്തില്ല കൊതുക്, ചിക്കൻ കുനിയ കൊതുക് പരത്തും, അതല്ലേ? എടാ കുസൃതി കുട്ട, ആസാദം കേട്ടാ. ഇവിടെ വിചാരിച്ചാണോ? അല്ല, എനിക്ക് ടെൻഷൻ ഇവിടെ വരുമ്പോഴാ ഇതൊക്കെ ഉത്തരം പറയണല്ലോ ആരെങ്കിലും. മക്കളെ നന്നായിട്ട് പാടും. എന്തെങ്കിലും അവസരപ്പിച്ചാൽ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാട്ടാണ് മോളെ ഇത് കേട്ടോ. വളരെ സുന്ദരമായ ഒരു പാട്ടാണ്, എനിക്ക് കുറെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പം മോളെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ കുഞ്ഞ് പാടിയിട്ടുണ്ട്. കുഞ്ഞിന് എനിക്ക് തോന്നുന്നു ആപ്പായത് ആ തുടക്കമാണ്. ആ ശ്രുതി ഒന്ന് തരുമോ? ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ, ഫ്രീ ആണെങ്കിൽ അത് കേൾക്കാൻ വയ്യ. ഒന്ന് ആ കീബോർഡ് ഒന്ന് ആ കുഞ്ഞിന് അത് ഇല്ലാത്തപ്പോ ആവില്ലെന്ന്. അത് കുഴപ്പമില്ല മോളെ. അത് ഇപ്പൊ ഈ കുഞ്ഞല്ലേ നീ. ഇപ്പൊ എത്ര വയസ്സായി? 2.5 3? 10 വയസ്സ്. മുതിർന്ന സ്ത്രീയാണപ്പോ. ഓക്കെ മോക്ക് അതാ എനിക്ക് തോന്നിയത് കേട്ടോ. ആ പഞ്ചമം ലോ പഞ്ചമമാണ് മോക്കൊരു ആപ്പായിട്ട് തുടക്കം മുതലേ മോളെ പിന്തുടർന്നത്. പനാവിലെ പനാൽ, അത് പായാണ് സ്വരം കേട്ടോ, അതുകൊണ്ട് പാടിയതാ. പിന്നെ മോളെ അതുപോലെ ഇതിനകത്ത് എന്താ പറയണ്ട, ഒരു ആ നോട്ട്സൊക്കെ ഇപ്പോൾ നിലാ തൂവലാലെ അല്ലേ, അത് കഴിഞ്ഞ് വരുന്നതൊക്കെ അതിന് ആ നോട്ട്സിനൊരു ക്ലാരിറ്റി വേണം മോളെ. അത് മോക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് പല്ലവി പാടാൻ. കുഴപ്പമില്ല മോളെ, അതൊരു വലിയ തെറ്റല്ല, എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ. ക്രോമാറ്റിക് ഒക്കെ വരുമ്പോഴും മോൾ അതിൻ്റെ നമ്മൾ എന്താ പാടുന്നതെന്നുള്ള ഒരു ധാരണ എപ്പോഴും മനസ്സിലുണ്ടാകണം കേട്ടോ. ആ സമയത്ത് മറ്റേ കുസൃതി ചോദ്യം ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ചിക്കൻ കുനിഞ്ഞെന്നും ഒക്കെ പറഞ്ഞാൽ ആ ഒരു കാര്യമില്ല. അപ്പം മോളെ അതാണ്. പിന്നെ ഇതിൽ ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനുപല്ലവി ചരണവും തുടങ്ങുന്നത് ഒന്ന് തള്ളിയാണ്. എന്നാൽ രണ്ടാമത്തെ അല്ലേ? അപ്പം അത് നോക്കി നിൽക്കണ്ടേ. ആ സമയത്ത് മോള് ഒരു അക്ഷരം ലേറ്റായി പോയി കഴിഞ്ഞാൽ തീർന്നു പരിപാടി. അത് എവിടെയും കൊണ്ട് കൊള്ളിക്കാനും പറ്റത്തില്ല. എന്തു പറ്റി? അത് രണ്ടും ഈ അനുപല്ലവിൽ ഞാൻ വരച്ച എൻ്റെ കുഞ്ഞെ, ഞാനുള്ള അമ്മച്ചി വീട്ട് ദേവിക്കൊക്കെ കോഴി 2 നേർന്നു. അടുത്ത ശരിയാവണേ. അപ്പോൾ ചുമ്മാ അത് ചെറിയ ചിക്കൻ കുഞ്ഞായിട്ടങ്ങ് നിന്നു. മക്കളതൊന്ന് പാടാമോ നമുക്ക്? അത് ജനങ്ങളെ കാണിക്കണ്ടേ, കുഞ്ഞിനിത് അറിയാമെന്ന്. കൊടുക്കൂ ഗുരു. 1 2 3 4. അയ്യോ 1 2 3 4. 1 2 3 4 ഹായ് come on. ഓക്കെ, ഞാൻ റെഡി തുടങ്ങിക്കത്തു. നമ്മളെ തകയായി. 2 3 4 1. ഇപ്പോഴും 1.5. 2 3 4 1. ഓക്കെ, ഇനി മോളെ ആ ചരണം കൂടി ഒന്ന് പാടിക്കേ. സെയിം സാധനം. 1 2 3 4 3 4 1. 1 2 3 4 1. ഒരക്ഷരം തള്ളി മക്കൾ. 1 2 3 4 1. സുരഭികൾ വിരിയും പുഴയരികിൽ. ഇനി പാടണം. ആ ചുമ്മാ പാട്. പാട്ട് കോമ്പറ്റീഷൻ അല്ലേ? പാടിക്കോ മക്കളെ. അതിന്റെ ബാക്കി പാടിക്കോ. മുഖപടം നീക്കി കരിമിഴിതളെഴുതുകയായി
താരാരിരിരി, താരാരിരിരി, കരിമിഴിതളെഴുതുകയായി താരാ, താരി, കരിമിഴിതളെഴുതുകയായി എഴുതുകയായി. അല്ലേ? എഴുതുകയായി. ആ. അപ്പൊ മായും പായും ഒക്കെ നോക്കിക്കോണം കേട്ടോ. പായത്ത് മധ്യമോ പഞ്ചമോ തൊട്ടടുത്തല്ലേ കുഞ്ഞിന്, അതായിരുന്നു ആ പായത്. പക്ഷെ മോളെ ബ്യൂട്ടിഫുൾ പാട്ട്, മക്കൾ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ ഭീകരം. ഇതും കൂടെ ശരിയായാൽ അതൊരു ട്രിക്കി ഏരിയ ആണ്. അതും കൂടെ കൃത്യമായിട്ട് പാടിയാൽ നമ്മൾ അപ്പോഴേ എണീറ്റ് നിന്ന് കൈയടിച്ച് ഞാൻ ഇറങ്ങി പോയാനെ ഇവിടെ. സത്യം, ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ ഓടിയാനെ ഇവിടെ. പക്ഷെ അത് മോള് പാടിയതുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇല്ല, ഈ പോത്തേ ഇല്ല. ഓൾ ദ ബെസ്റ്റ് ചക്കരെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക. ഔസറിന്റെ ഒരു ഉഗ്രം പാട്ട്. ധ്രുവ ട്രൗസറോ? അല്ലല്ലേ, ഞാൻ അങ്ങനെ കേട്ടത്. നീ ചിലപ്പോൾ അദ്ദേഹം സെക്സിയായിട്ട് മറ്റേ വേഷം ഇട്ട് നടക്കുന്നുണ്ട് ട്രൗസർ ഒന്ന് ആക്കിയതാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, ഞാൻ കേട്ട അങ്ങനെ ട്രൗസറിന്റെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട്. ഔസർ ബച്ചൻ സാറിന്റെ ആ, വായിക്കുക. അങ്ങനെ ഔസർ ബച്ചൻ സാറിന്റെ മനോഹരമായ ഒരു ഗാനം മോള് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഒന്ന്, മോളുടെ ശബ്ദത്തിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള സോങ് സെലക്ഷൻ ആയിരുന്നു. തൊണ്ട ഡ്രൈ ആയ മോളുടെ കുറെ ഭാഗങ്ങളൊക്കെ സാധാരണ ധ്രുവയിൽ കാണാത്ത പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് അതാ പാടിയിട്ട് പോകുന്നതാ. ഇന്ന് എന്തോ എന്ത് അല്ല, അത് എന്താണെന്നുള്ള കാരണം എല്ലാവർക്കും അറിയാം. അറിയാം. ഈ ഡ്രൈ ആവുന്നതും ടെൻഷൻ അടിക്കുന്നതും ഇതായിരിക്കുന്നു. ഞാനാണോ മോളെ? തുറന്നു പറയൂ, ജനങ്ങൾ മനസ്സിലായി. ഞാനാണോ അതിന്റെ കാര്യം? എന്തായിരുന്നു മക്കളുടെ തുപ്പല് പറ്റിപ്പോയതിന്റെ കാരണക്കാരൻ ഞാനാണോ? ഫ്ലോറിലോട്ട് കയറണം മുമ്പ് വെള്ളം കുടിക്കാൻ മറന്നുപോയി. അല്ല, അതാണ്, എന്നാലും അല്ല, അതാണ്. ചുമ്മാ സത്യസന്ധമായിട്ട് പറ മോളെ. അതായത് ശരത് സാറിന് അല്ല, ഒരു പേടിയുണ്ടായിരുന്നു? നേരത്തെ കണ്ടാണോ? അല്ലല്ലോ. അല്ലല്ലേ, ഓക്കേ. ആകെ ഉള്ള ധൈര്യം ഞാൻ ഇവിടെ ഇരുന്നത് അല്ലേ മക്കളെ? പിന്നല്ല. അയ്യോ അയ്യോ, എനിക്ക് ആ ഒരു ഡ്രൈനെസ് കാരണമായിരിക്കാം പല നോട്ട്സും മോൾക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അത് ഡ്രൈനെസ് കാരണം ഉണ്ടായതല്ല, ഏത് ഈ ട്രാക്ക് ചെറുതായിട്ടൊന്ന് മാറിയത്. അതൊരു വേറെ സാങ്കേതിക പ്രശ്നങ്ങളാണ്. അതിപ്പോ എന്തായാലും പക്ഷെ മോളിപ്പം ഓൾമോസ്റ്റ് അത് കറക്റ്റ് ചെയ്തിട്ട് മോള് പാടി. പക്ഷെ ഇപ്പൊ പാടിയത് രസമുണ്ടായിരുന്നു. നേരത്തെ പാട്ട് മനസ്സിലാക്കിയിട്ട് പാടിയപ്പം അത് ഇപ്പൊ ആക്ച്വലി ബെറ്റർ നേരത്തെ പാട്ടിൽ പാടിയതിനെക്കാളും കേട്ടോ. ഡീസന്റ് പെർഫോമൻസ് കേട്ടോ. താങ്ക് യു സർ. നെക്സ്റ്റ് ടൈം നമുക്ക് ആ പഴയ ധ്രുവ മോളെ വേണം. നല്ല പാട്ട് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതാണ് അടിപൊളി. വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. അപ്പൊ ധ്രുവ ഇതില് എന്താ പറയാ, എല്ലാം പറഞ്ഞു കഴിഞ്ഞു ശരത് സാറ്. ഒന്നും പറയാനില്ല. ഈ പറഞ്ഞ ഒന്ന് തള്ളി അതൊക്കെ കറക്റ്റ് വരണം. അപ്പൊ ആ തുടക്കം കറക്റ്റ് ആയാലും അത് ബാക്കി കറക്റ്റായിട്ട് പോവുള്ളൂ. പിന്നെ നോട്ട്സ് എന്തൊക്കെയാണെന്ന് മോള് കർണാട്ടിക് പഠിക്കുന്നുണ്ടല്ലോ, ഹിന്ദുസ്ഥാനി ഇതിൽ പഠിക്കുന്നുണ്ടോ? കർണാട്ടിക്. ആ, അപ്പം അത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനത്തെ സോങ്സ് ഒക്കെ പാടുമ്പം ഏത് നോട്ടാണ്, ഏതാണ് എവിടെ വരുന്നത്, എത്ര കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ കേട്ടോ. അപ്പൊ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഈ പാട്ടിൽ. ഈ പാട്ട് എളുപ്പമുള്ളൊരു പാട്ടല്ല. അപ്പം കുഴപ്പമില്ല. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. മാർക്സ് അറിയാം ഹരിച്ചേട്ടാ? 7.5. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക. ധ്രുവ, ഈ തരുന്ന മാർക്ക് ഇനി ഒരിക്കലും മേടിക്കരുത് ഇല്ല. കേട്ടോ. 7. ഓക്കെ, 14.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ള ധ്രുവക്ക്. ഇനി നമ്മുടെ ശരത് സാറിന്റെ മാർക്ക് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാർ ആ മാസിലുള്ള ഇരുത്തൊക്കെ നോക്കിക്കേ. ഞാൻ അങ്ങ് ഹൈഡ് ചെയ്ത് വെക്കാം. കൊലമാസ്. അതൊരു മനസമാധാനം ഉണ്ട്. അത് മാർക്ക് എഴുതി പറഞ്ഞു 7.5. വേണ്ട.